ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചില ശീലത്തിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നത്. തലച്ചോറിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ മെന്റലിയും അതുപോലെ ഫിസിക്കലിയും ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറാണ്. അപ്പൊ തന്നെ ചില മോശം ശീലങ്ങൾ തലച്ചോറിനെ നശിപ്പിക്കുന്നു. അപ്പം തലച്ചോറിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പം അൾഷിമേഴ്സ് ആണെങ്കിലും വിഷാദ രോഗം, പിന്നെ മസ്തിഷ്കാഘാതം, അങ്ങനെയൊക്കെ സ്ട്രോക്ക്, അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളിലോട്ട് നമ്മൾ പോകുന്നത് അതുകൊണ്ടൊക്കെയാണ്. അപ്പം തലച്ചോറിന്റെ ആരോഗ്യം നശിക്കാതിരിക്കാൻ നമ്മൾ അവസാനിപ്പിക്കേണ്ട, അതായത് ഒഴിവാക്കേണ്ട ചില ശീലങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുകവലി. അതായത് ഓർമ്മശക്തി, നമ്മുടെ കാഴ്ച, ഭാഷാ കഴിവ്, നമ്മുടെ ഓരോന്നിനോടുള്ള ചിന്തിക്കാനുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ കോർട്ടെക്സ് എന്ന ഭാഗമാണ്. അപ്പം പുകവലി ശീലമാക്കുന്നത് കോർട്ടെക്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓർമ്മശക്തിയെ ബാധിക്കും. അതുപോലെ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അമിതമായ ആഹാരം. നമുക്ക് ആവശ്യത്തിനുള്ളതിന് കൂടുതലായി ആഹാരം കഴിക്കാതിരിക്കുക. അതായത് തലച്ചോറിലേക്കുള്ള നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ പ്രഷർ കൂട്ടും, നമ്മുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും നമ്മുടെ മെന്റൽ ഹെൽത്ത് മോശമാക്കുകയും ചെയ്യും. അടുത്തായി ഒഴിവാക്കേണ്ട ഒരു ശീലമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത്. പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ശീലം പലർക്കും ഉണ്ട്. അത് അങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും. അങ്ങനെ തലച്ചോറിലേക്ക് എത്തേണ്ട പോഷകങ്ങൾ എത്താതിരിക്കും. അങ്ങനെ ബ്രെയിൻ ഹെമറേജിനൊക്കെ ഇത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ മറ്റൊരു കാര്യമാണ് അമിതമായി മധുരം ഉപയോഗിക്കുന്ന ശീലം. ഇതും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം മധുരം കൂടിയ ഭക്ഷണം കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല. തലച്ചോറിന്റെ കോശങ്ങൾ വളരുന്നതിന് അമിത മധുരം തിരിച്ചടിയാവും. അൾഷിമേഴ്സിന്റെ സാധ്യതയും കൂടും. അതുപോലെ ഉറക്കക്കുറവ്, അതും ഒഴിവാക്കേണ്ട കാര്യമാണ്. അതായത് ഉറങ്ങുന്ന സമയത്താണ് തലച്ചോറിലെ കോശങ്ങൾ സ്വയം ഒന്ന് ശുദ്ധീകരിക്കുന്നത്, ഒന്ന് റീഫ്രഷ് ആവുന്ന പ്രോസസ്സ് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പം വിഷവസ്തുക്കളെ ഒഴിവാക്കുന്നതും കൂടുതൽ ആരോഗ്യമുള്ളതാക്കുന്നതും ഒക്കെ അന്നേരമാണ്. നമ്മൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രക്രിയ തടസ്സപ്പെടും. അപ്പം നമ്മുടെ അങ്ങനെയുള്ള ചില കോശങ്ങൾ നശിച്ചു പോകും. ഓർമ്മക്കുറവും അൾഷിമേഴ്സും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഉറങ്ങുമ്പോൾ തല മൂടുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് തീരെ നല്ലതല്ലാത്ത ശീലമാണ്. അപ്പോൾ ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കാൻ കാരണമാകും. അതായത് നമ്മളുടെ ശരീരം പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ നമ്മൾ വീണ്ടും ശ്വസിക്കും. അത് തലച്ചോറിന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും. കൂടി ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് അന്തരീക്ഷ മലിനീകരണം. അത് നമുക്ക് ഒരുപാട് മലിനീകരണമുള്ള സ്ഥലങ്ങളിലൂടെയുള്ള നമ്മുടെ നടപ്പും ഇതുമൊക്കെ, മിതമായി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നതും ഒക്കെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നതിന് പകരം മലിനവായു ശ്വസിക്കാൻ കാരണമാകും. അതും തലച്ചോറിന് ദോഷകരമായി മാറും. പിന്നൊന്നാണ് നമ്മുടെ സംസാരം കുറയുന്നത്. അതും നല്ല ശീലമല്ല. നമ്മളെ സംസാരം കുറച്ചു കഴിഞ്ഞാൽ അത് തലച്ചോറിനെ ബാധിക്കും. കൂടുതൽ സംസാരിക്കുന്നതും ബുദ്ധിപരമായി ചിന്തിക്കുന്നതും ഒക്കെ തലച്ചോറിന്റെ ആവശ്യത്തിന് നല്ലതാണ്. അപ്പൊ സംസാരിക്കാതെയും ചിന്തിക്കാതെയും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കും. പിന്നെ രോഗം വരുന്ന അവസ്ഥയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. അതും ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. രോഗിയായിരിക്കുന്ന സമയത്ത് വിശ്രമം അത്യാവശ്യമാണ്. അതായത് കൂടുതൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ആ സമയത്തും ബാധിക്കും. അപ്പം ശരീരം കൂടുതൽ തളർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് രോഗിയായിരിക്കുന്ന സമയത്ത് പൂർണ്ണമായി വിശ്രമിക്കുക, അത് ശ്രദ്ധിക്കുക. പിന്നെ ഊർജ്ജസ്വലമായ ചിന്തകളുടെ അഭാവം. അതായത് തലച്ചോറിന് ഒരു പണിയും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വെറുതെ കുറെ കോമഡി അല്ലെങ്കിൽ അങ്ങനെ കുറെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചൊക്കെ മാത്രം, അതായത് തലച്ചോറിന് വർക്കില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവും. ഇപ്പം തലച്ചോറിന് വർക്ക് ചെയ്യുന്ന ഗെയിമുകളുണ്ട്, ഇല്ലെന്നല്ല, അങ്ങനത്തെ ഗെയിംസ്. അതുകൊണ്ട് തന്നെ വെറുതെ ഇപ്പം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാതെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലമായ ചിന്തകൾ ഉണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മന്ദമാകും. അപ്പം നല്ല കാര്യങ്ങളെക്കുറിച്ച് ഇനിയാണ് തലച്ചോറിന്റെ ആരോഗ്യം, അതുവഴി നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടത്.
ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.